ഷാജി, ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഒരുപക്ഷെ ആത്മവിശ്വാസം ഉണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പെർഫോമൻസ് കൂടി വളരെ നിർണായകമാണല്ലോ UDF-നെ സംബന്ധിച്ച്. അതിൽ നിങ്ങൾക്ക് എത്ര ആത്മവിശ്വാസമുണ്ട്? ഒറ്റ കാര്യം ഞാൻ പറയും, ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും ചെറിയ പ്രായം മുതൽ ഞാൻ 22ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായ ഒരാളാണ്, പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എനിക്കറിയാം, നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് കാണിക്കുന്ന ഒരു ആവേശം, ഒരു താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ചില മുന്നൊരുക്കങ്ങൾ, അത് ഞാൻ പലരോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി കാണുന്നതല്ലാത്ത അനിത സാധാരണമായിട്ടുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ്, അത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ മുതൽ നേതാക്കന്മാർ മുതൽ സ്വയം സന്നദ്ധരായി ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാലത്തുമില്ലാത്തവണ്ണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, UDF എന്നൊരു സംവിധാനത്തിൻ്റെ അതിൻ്റെ സ്ട്രക്ചറലൈസ് ചെയ്ത് അതിൻ്റെ പ്രവർത്തന മികവുകൾ കൊണ്ടൊക്കെ നേടുന്നതിനേക്കാൾ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാകാൻ പോകുന്നത് സത്യത്തിൽ ജനങ്ങളുടെ ഒരു പീപ്പിൾസ് ഓൾട്ടർനേറ്റീവിൻ്റെ വഴിയായിരിക്കും. അത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിശ്ചലമായാലും കോൺഗ്രസിൻ്റെ KPCC നിശ്ചലമായാലും അതിനെ മറികടക്കാൻ കഴിയുന്ന വിധം പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ സജ്ജമാണ്. കോൺഗ്രസ് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു വലിയ ആവേശം കാണിക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ പലരോടും ഇത് ഷെയർ ചെയ്യുന്നതാണ്. ഷാജി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശബരിമല തീർത്ഥാടനവും അതോടൊപ്പം തന്നെ നടക്കുകയാണ്. ഈ ഒരൊറ്റ വിഷയം LDF-ന് ദോഷകരമായോ UDF-ന് ഗുണപരമായോ എങ്ങനെ പരിവർത്തിപ്പിക്കണമെന്നാണ് കരുതുന്നത്? നോക്കൂ, നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു UDF LDF-ന് അതിന് ഗുണം ദോഷം എന്നുള്ളതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം ഈ വിശ്വാസി സമൂഹത്തെ ഇത്രമേൽ കബളിപ്പിക്കാൻ നടക്കുന്ന ഒരു ശ്രമത്തെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ക്ഷേത്രങ്ങളിൽ പ്രബലമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങൾ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ശബരിമല പോലെ 40 ദിവസത്തെ കഠിന വ്രതമെടുത്തിട്ട് അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് വരുന്ന അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ വന്ന് 18ാമത്തെ പടികളും കയറി അവിടെ എത്തുന്നതുവരെയുള്ള അവരുടെ ജീവിതത്തിലെ വലിയ ത്യാഗം അനുഭവിച്ചു വരുന്ന ഒരു തീർത്ഥാടനമാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത്. ആ തീർത്ഥാടനത്തിനെതിരായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ സീസണുകളിലൊക്കെ നടന്ന പോലെ അതിനെ പൊളിക്കാനുള്ള ശ്രമം പോലീസിനെ വെച്ച് നടത്തി. അതൊരു വലിയ തിരിച്ചടിയായി എന്ന് കണ്ടപ്പോൾ അയ്യപ്പ ഭക്തന്മാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി. 5 കോടി രൂപയൊക്കെ ചെലവഴിക്കി പമ്പയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ വരേണ്ട പമ്പയിൽ വ്യവസായികളെ കൊണ്ടുപോയി കുടിയിരുത്തി ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമം നടത്തി. അതും വിശ്വാസികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട്, അല്ലാത്ത സർക്കാർ ചെലവഴിക്കല്ലേ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിനുവേണ്ടി ചെലവഴിച്ച 5 കോടിയും വിശ്വാസികളുടെ കൈകളിൽ നിന്ന് തന്നെ എടുത്ത് ആ വലിയ മാമാകമൊക്കെ നടത്തി കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്താണ്? ശബരിമലയിൽ നിന്ന് തീവെട്ടിക്കൊള്ളയുടെ എന്നുവെച്ചാൽ ഒരു സ്വർണം കൊണ്ടുപോകുക എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ നടത്തുന്ന അഴിമതിയെ നമ്മൾ പലതരത്തിൽ കാണാറുണ്ട്. പക്ഷേ ഇത് പൊതുസ്വത്ത് പോലുമല്ല, ഒരു സമുദായത്തിൻ്റെ സമ്പത്ത് അവർ വിശ്വാസപൂർവ്വം ശബരിമലയിൽ കൊണ്ടുപോയിടുന്ന. ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വണ്ടിയിലെ ഡ്രൈവറായാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഗൺമാനൊക്കെ ശബരിമല അവരൊക്കെ പറയുന്നുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പ്രത്യേകിച്ച് ആളുകൾ കൊണ്ടുവന്നിട്ട് ഈ പണം അങ്ങനെ നിർലോഭം അവരിങ്ങനെ സഹായിക്കുന്നത് അതിശയത്തോടു കൂടി അവർ നോക്കി നിൽക്കാറുണ്ടെന്നാണ്. ഒറ്റ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവരത് ചെയ്യുന്നത്. എത്ര ആളുകൾ ആ സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചിട്ട് അവർ കൊടുക്കുന്ന സ്വർണം, അവർ കൊടുക്കുന്ന കാണിക്ക, ഇതൊരു ലജ്ജയുമില്ലാതെ അടിച്ചു മാറ്റുന്നത്. ഇപ്പോൾ അവസാനം എവിടെ എത്തി? നിങ്ങൾ ഇപ്പം മീഡിയകൾ പറയുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആരാ കണ്ടുപിടിച്ചത്? കോടതിയാണ്. അതിപ്പോഴും ഒരു പറയണില്ല ഞങ്ങളെ പോലീസല്ലേ പിടിച്ചതെന്നാണ്. അല്ല, സർക്കാരല്ല, ഗവൺമെൻറ് അതിലെ പരാതിക്കാരനല്ല, ദേവസ്വം ബോർഡ് പോലും പരാതിക്കാരല്ല. മറിച്ച് കോടതി ഇടപെട്ടിട്ടാണ് അത് ഇത്ര വരെ എത്തിച്ചേർന്നത്. എന്നിട്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇന്നത്തെ സ്ഥിതി എന്താണ്? പമ്പയിൽ ഇന്നത്തൊക്കെ തിരക്ക്, 18ാം പടിയുടെ താഴെയുള്ള തിരക്ക്. ഒരു സ്ത്രീ മരണപ്പെട്ടു, ഇന്നൊരു സ്ത്രീ കൊല്ലപ്പെട്ടു ശബരിമലയിൽ. അവർ കോഴിക്കോട്ടുകാരിയാണ്. അവരുടെ ബോഡി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പണം പോലും ഞങ്ങളുടെ കയ്യിലില്ല, അവർ സ്വയം വഹിക്കണമെന്ന് നിർലജ്ജം പറയാൻ മടിയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് സത്യത്തിൽ ഇവിടെയുള്ളത്. അപ്പോൾ ഇതിന് ജനങ്ങളുടെ പ്രത്യാഘാതം ഉണ്ടാകും, ജനങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വോട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഒരു ജനാധിപത്യപരമായ ഒരു യുദ്ധം എന്നുള്ള നിലക്കായിരിക്കും അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ലീഗിൻ്റെ ഒരു സീറ്റ് അലോട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 ടൈം എന്ന് പറയുന്ന പോളിസിയിൽ നിന്ന് പിന്നോക്കം പോയോ ലീഗ്? ഇത്തവണ ഇളവ് വരുത്തിയോ?
ലീഗിൻ്റെ ഇളവ് വരുത്തലല്ല, അതിനകത്തും ചില ടേംസുകൾ ഉണ്ടായിരുന്നു. 3 തവണ ഇപ്പോഴും മത്സരിച്ച ആൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കോളൂ, 4ാമത്തെ തവണ തുടർച്ചയായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണയിൽ 3 തവണ മത്സരിച്ച് ബ്രേക്ക് വന്നവർക്ക് ഇത്തവണ ഒരു പരിഗണന കൊടുക്കുന്നു. ആ പരിഗണന കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, 4 തവണ മത്സരിച്ചിട്ടാണ് അവന് ബ്രേക്ക് വന്നതെങ്കിൽ അവന് പരിഗണനയില്ല. 5 തവണ മത്സരിച്ചിട്ടാണ് അവന് ബ്രേക്ക് വന്നതെങ്കിൽ പരിഗണനയില്ല. മറിച്ച് 3 തവണ തുടർച്ചയായി വന്ന് ബ്രേക്ക് വന്ന ആളുകൾക്ക്, അതിപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ, CPM-നകത്ത് 2 വർഷം കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് വന്നവർക്ക് അത് കഴിഞ്ഞാൽ പിന്നീട് മത്സരിക്കാം. ആ പരിഗണന കുറച്ചുകൂടെ മുസ്ലിം ലീഗ് ഒരു 3 വർഷം ആക്കി കൊടുക്കുന്നു. റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാർലമെൻ്ററി ബോർഡ് മെമ്പറാണ്. എനിക്കറിയാം കോഴിക്കോട് ജില്ലയിലൊക്കെ വന്നിരിക്കുന്ന, മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുന്ന ഒക്കെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യൂത്ത് ലീഗിലും MSF-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, കോഴിക്കോട് ജില്ലയിലൊക്കെ MSF-ൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അർഹതപ്പെട്ടവരെ തടയാനല്ല, അർഹതപ്പെട്ടവർക്ക് പിന്നെയും പരിഗണന കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറിയ റിലാക്സ് മാത്രമാണ് ഈ നിബന്ധനയിൽ കൊടുത്തിട്ടുള്ളത്.